മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. നവംബർ 28 രാത്രി പൈങ്കുളത്ത് നടന്ന കത്തിക്കുത്ത് കേസിൽ 1-ാം പ്രതിയായ BJP പ്രവർത്തകൻ കൃഷ്ണകുമാർ പോലീസിൽ കീഴടങ്ങുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതിരോധം തീർത്തതോടെ കേസിന് രാഷ്ട്രീയവും സാമൂഹികവുമായ മാനം കൈവന്നു. പൈങ്കുളം ദളപതി റോഡിൽ വെച്ച് വിഷ്ണുദാസിനെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതിന് കൃഷ്ണകുമാറിനും മറ്റൊരാൾക്കുമെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും കൃഷ്ണകുമാറിന്റെ കുത്ത് തടുക്കുന്നതിനിടെ വിഷ്ണുദാസിന്റെ ഇടതു കൈത്തണ്ടയിലെ ഞരമ്പ് മുറിയുകയും തടയാൻ വന്ന അമ്മ രുക്മിണിക്ക് ദേഹോപദ്രവം ഏൽക്കുകയും ചെയ്തു എന്നുമാണ് FIR-ൽ പറയുന്നത്. എന്നാൽ പ്രതിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തന്നെ വിഷ്ണുദാസും കുടുംബവും ചേർന്നാണ് ജാതീയമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തതെന്നാണ്. ഒരു ചെറുമകനും ഇവിടെ വന്നിട്ടും ഒരു വർക്കും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുദാസ് തന്റെ മൊബൈലും കൈയും പിടിച്ചുവെച്ച് വടികൊണ്ട് അടിക്കാൻ ശ്രമിച്ചെന്നും അമ്മ അകത്തുനിന്നും വന്ന് കൊല്ലട ആ ചെറുമാനെ എന്ന് പറയി ആക്രോശിച്ച് പിടിച്ചുവലിച്ചെന്നും കൃഷ്ണകുമാർ വിശദീകരിക്കുന്നു. ഞാൻ കൃഷ്ണകുമാർ, ഞാൻ ഇവിടെ ഈ മേഖലയിൽ BJPയുടെ പ്രവർത്തനം നടത്തുന്നതിനായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വന്ന് മടങ്ങിപ്പോകുന്ന വഴിക്ക് ഈ വിഷ്ണു എന്ന് പറയുന്ന അവൻ മൊബൈലും കൈ പിടിച്ചിട്ട് വളരെ റോങ് ആയിട്ടുള്ള രീതിയിൽ അവൻ്റെ വീടിൻ്റെ അവിടെ വരഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിക്കാൻ വന്നു മാത്രമല്ല വടിയെടുത്തിട്ട് കയ്യിൽ തലക്കടിക്കുകയാണ് ചെയ്ത്. അത് കൈയോട് തടയുന്നില്ല ഞാൻ. അപ്പോൾ ഈ ഒരു ചെറുമചകനൊന്നും ഇവിടെ വന്നിട്ട് ഒരു വർക്കും ചെയ്യേണ്ട, അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യേണ്ട പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ അമ്മ അകത്തുനിന്ന് കൊണ്ടൊരു കൊല്ലടാ ചെറുമചകനെ പറഞ്ഞിട്ട് റോഡ് വന്നിട്ട് എന്താ അവരുടെ കയ്യിലുണ്ടായിരുന്നു, അത് പിടിവേലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്രേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഒരു പിടിവേലി ഇതിൻ്റെ ഇടയിലാണ് ജയേട്ടൻ കയറി വരുന്നത്. ജയേട്ടൻ കയറി വന്നിട്ട് പിന്നെ ജയേട്ടനെയും തല്ലിയാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. ഒരു പ്രത്യേക മാനസിക ഭ്രാന്ത് പിടിച്ച ഒരുത്തൻ്റെ അവസ്ഥയിലായിരുന്നു കളിച്ചേർന്നത്. ഞങ്ങൾ മരണപ്പെടണല്ല, അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കേണ്ടതാണ്. അമ്മാതിരി മാരകമുള്ള രീതിയിലാണ് ചെയ്തു തരുന്നവർ. ഇല്ല, നമ്മൾ വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ വേറൊരു രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ജയേട്ടനും വന്ന് വർത്താനം പറയുന്ന ഇടയിലാണ് അവിടെ കരുതി വെച്ചേർന്ന വീടിൻ്റെ അവിടെ നിന്ന് കരുതി വെച്ചേർന്ന അവരുടെ വടി എടുത്തുകൊണ്ടിരിക്കുക തല്ലിയായിരുന്നു. അതൊക്കെ അടിച്ച വടിയുടെ പീസുകളാണ്. അതൊക്കെ അന്ന് തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2-3 വടി ഇടവഴിയിലെ വടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വരിക, ഈ വടി ഇങ്ങോട്ട് പൊട്ടുമ്പോൾ ഓടി വരിക, എന്നിട്ട് ഈ സാധനം എടുക്കുക, പിന്നെ അടിക്കുക. അതാണ് ചെയ്തായിരുന്നു. രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജാതീയ അധിക്ഷേപമായിരുന്നു. അങ്ങനത്തെ ഒരുത്തം ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ ഏരിയയാണ്, അങ്ങനെ ഒരാളും ഇവിടെ വന്ന് വർക്ക് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകോപനം ഉണ്ടായത്. ഈ വിഷ്ണു എന്ന് പറയുന്ന ആളും ഞാനും ഒരുമിച്ച് ജോലിക്ക് പോയിരുന്ന ആളാണ്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ ഗൂഗിൾ പേ ആയ കാരണം കൊണ്ട് പൈസ കിട്ടാൻ കുറച്ച് നേരം നോക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ അവൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഈ പോവുക പോയിക്കോ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഷൊർണൂരിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ മെക്കട്ടറിൽ എന്നെ പിടിച്ച് തള്ളൽ, എൻ്റെ ഒപ്പമുള്ള ആൾക്കാരാണ് എന്നെ പിടിച്ച് മാറ്റിയിട്ട് ഈ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അവനെ വേറെ വണ്ടിയിൽ കൂട്ടിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഷൊർണൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത്, ഞാൻ ഇപ്പം അങ്ങോട്ട് വീട്ടിലേക്ക് വരും, നിങ്ങൾ എവിടെ ഉള്ള അവിടെ വന്നിട്ട് വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തകരൊക്കെ കൂട്ടി ഈ വർക്ക് ചെയ്തതിൻ്റെ കഴിഞ്ഞ് ഞാൻ പോകുമ്പോഴാണ് കരുതി കൂട്ടിയിട്ട് ഉള്ള പോലെ വടി ഉള്ള സാധനങ്ങൾ വെച്ച് ഉപയോഗിച്ച് മർദ്ദിച്ചത്. നമ്മളവനെ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മളൊരായുധം കൊണ്ടിടക്കുക അല്ലെങ്കിൽ നമ്മളതൊന്നും ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. അത് അവരെന്നെ ആയുധം കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിയതായിരിക്കും, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കും എന്നല്ലാതെ ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റതായും സ്വയരക്ഷാർത്ഥം പ്രതിരോധിച്ചപ്പോഴാണ് കത്തിക്കുത്ത് സംഭവിച്ചതെന്നുമാണ് കൃഷ്ണകുമാറിന്റെ വാദം. എന്നാൽ തങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ചുള്ള മാരകമായ ആക്രമണമാണ് കൃഷ്ണകുമാർ നടത്തിയതെന്നാണ് പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുദാസ് പോലീസിന് നൽകിയിരുന്ന മൊഴിയിൽ പറഞ്ഞിരുന്നത്.
ഇരുവിഭാഗവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനും യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താനും ചെറുതുരുത്തി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ബഹളം കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ എൻ്റെ മകനെ അവിടെ റോഡിലിട്ട് തല്ലാണ്. അപ്പോൾ തല്ലിന് കണ്ടപ്പോൾ എന്താ നീ ചെയ്യണം, എൻ്റെ കുട്ടി എന്തിനാ നീ അടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഓടി ചെന്നപ്പോൾ ആ വടി വലിച്ചെറിഞ്ഞ അവർ ഒറ്റ ഓട്ടം ഓടി. അപ്പോൾ അവൻ്റെ കയ്യിൽ ചോരയില്ല, പാടില്ല, ഒന്നുമില്ല. പിന്നെ എന്താ അവർ വീട്ടിൽ പോയിട്ടുണ്ടായി എന്താണെന്ന് നമുക്കറിയില്ല. അതുവരെ അങ്ങനെ ചോരുള്ള ഒരാൾ ഇവരെ കുത്തിയുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വടികൊണ്ട് അടിക്കാൻ അത്ര എൻ്റെ കുട്ടിയുടെ മുതുമൊക്കെ പൊളിച്ചിട്ടുണ്ട് അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ കൈ വയ്യാത്ത ഒരാൾ അങ്ങനെ അടിക്കാൻ സാധിക്കുമോ? ഇവർ കുത്തിയിട്ടോ വെച്ചിട്ടോ ഒന്നും അതായി അവൻ്റെ കയ്യിലൊരു ചോരപ്പാടോ അങ്ങനെ ഓടുന്ന സമയത്ത് ഒരു ചോരപ്പാടോ ഒന്നുമില്ല. ഈ വടി വലിച്ചെറിഞ്ഞ് ഒറ്റ ഓട്ടം റോഡ് കൂടെ അങ്ങ് ഓടി. അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ ഒരു അമ്മായി ഉണ്ട്, അവർ രണ്ടാൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വേറെ അവരൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇയാളുടെ ഒരു സുഹൃത്ത് ആണ് എൻ്റെ മകൻ ഈ കൃഷ്ണകുമാറിൻ്റെ. അപ്പോൾ അതിനെ എന്താണെന്ന് പറയണത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നതാണ്. ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ. അവിടുന്ന് തുടങ്ങിയതാണ്. ഇവിടെ ഈ പാട്ടിൻ്റെ വന്നിരുന്നത് 5 മണിക്ക് തുടങ്ങിയതാണ്. ഇയാളെ പറ്റി ഓരോന്ന് പറയില്ല. അപ്പം